ഇന്ത്യയുടെ മോദിയുടെ പെരുമ്പറ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ മുഴങ്ങുകയാണ്. എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഇരിക്കുമ്പോൾ വളരെ ഉച്ചത്തിലാണ് ഓസ്ട്രേലിയൻ പാർലമെന്റിനുള്ളിൽ, ഓർക്കണം, ഓസ്ട്രേലിയൻ പാർലമെന്റിനുള്ളിൽ മോദിയുടെ പെരുമ്പറ മുഴങ്ങുന്നത്. ഈ പെരുമ്പറ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ നിന്നും ലോകത്തിലെ വിവിധ വികസിത രാജ്യങ്ങളിലേക്ക് കാട്ടുതീ പോലെയാണ് പടർന്നത്. ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധത്തിൽ ഇന്ത്യക്കാർക്കെതിരെ വികസിത രാജ്യങ്ങളിലെല്ലാം വലിയ എതിർപ്പ് ഉയരുമ്പോഴാണ് ഏറ്റവും പുതിയ ഈ പെരുമ്പറ മുഴങ്ങുന്നത്. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ അവിടുത്തെ സെനറ്റർ ഇന്ത്യയുടെ പെരുമ്പറ ലോകമെങ്ങും മുഴങ്ങുന്നത് പരസ്യമായി വെളിപ്പെടുത്തുന്നതും അതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രതികരണങ്ങളും കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ ദിവസമാണ് വലിയൊരു വാർത്ത പുറത്തു വന്നത്. കേരള പോലീസ് 22 വിവിധ യൂണിവേഴ്സിറ്റികളുടെ 1 ലക്ഷം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി വ്യാജ ഡിഗ്രി റാക്കറ്റിനെ പിടികൂടുന്നത്. വിദേശങ്ങളിൽ ജോലി ലഭിക്കുന്നതിനു വേണ്ടി ഇവർ 10 ലക്ഷത്തിലധികം ഇത്തരം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഓൾറെഡി നൽകിയിരിക്കാമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ സെനറ്റർ പാർലമെന്റിൽ പറയുന്നത് കാണുന്നതിന് മുൻപ് ഈ വ്യാജ ഡിഗ്രി കേരള പോലീസ് പിടിച്ചെടുത്തതിന്റെ ന്യൂസ് കാണാം. ജനുവരി 6-ാം തീയതി ഓസ്ട്രേലിയൻ സെനറ്റർ മാൽക്കൻ റോബർട്ട്സ് എക്സിൽ കുറിച്ചതാണ് ഇത്. ഇന്ത്യൻ പോലീസ് 22 യൂണിവേഴ്സിറ്റികളുടെ 1 ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുക്കുകയും 10 ലക്ഷത്തിലധികം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വിദേശത്ത് ജോലി നേടുന്നതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതിനെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയും ഒക്ടോബറിൽ പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയിലുള്ള 23,000 വിദേശ വിദ്യാർത്ഥികൾ വില കൊടുത്ത് ഡിഗ്രികൾ വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും പ്രായം ചെന്നവരെ സംരക്ഷിക്കുന്ന മേഖലയിലും ഏർലി ചൈൽഡ്ഹുഡ് വിദ്യാഭ്യാസ മേഖലയിലുമാണ് ഇത്തരം വ്യാജ ഡിഗ്രികളുമായി ജോലി ചെയ്യുന്നത്. ഞാൻ മന്ത്രി വാട്ടിനോട് ഈ ഫ്രോഡ് ചെയ്തവരെ നാട് കടത്തുമോ എന്ന് ചോദ്യം ചോദിച്ചു. എന്നാൽ എനിക്ക് ഇതിന് വ്യക്തമായ മറുപടി ലഭിച്ചില്ല. എന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്നതിന്റെ വീഡിയോയും പങ്കുവച്ചു. Senator Roberts. Thank you, President. My question is to Minister Watt, representing the Minister for Immigration. In July, the Australian Skills Quality Authority issued notices cancelling the qualifications of more than 4,200 foreign students, largely studying aged care and early childhood. After education provider SPES Education Proprietary Limited was deregistered for running a cash for diplomas operation scheme. In 2024, 23,000 foreign students were caught purchasing their qualification, which is a breach of Condition 8202, applying to all Class 500 student visa holders. In short, Minister Watt, these foreign students are in breach of their visa. Minister, will you cancel the visas of these 23,000 students and any others who cheated when purchasing their qualification? അദ്ദേഹം ഈ ട്വീറ്റിലൂടെ പങ്കുവച്ചത് തന്നെയാണ് ചോദിക്കുന്നത്. 2024 23,000 വിദേശ വിദ്യാർത്ഥികൾ പണം കൊടുത്ത് ഫേക്ക് ഡിഗ്രി വാങ്ങിയതായി കണ്ടെത്തുകയും അവരുടെ ഡിഗ്രി റദ്ദാക്കുകയും ചെയ്തു. ഇവർ മുതിർന്നവരെ പരിപാലിക്കുന്ന രംഗത്തും കുട്ടികളെ നോക്കുന്ന രംഗത്തുമാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ പണം കൊടുത്ത് ഡിഗ്രി നൽകുന്ന ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇവരുടെ സ്റ്റുഡന്റ് വിസയുടെ കണ്ടീഷന്റെ ലംഘനമാണ് പണം കൊടുത്ത് ഡിഗ്രി വാങ്ങിയത്. അതിനാൽ ഇവരെ രാജ്യത്ത് നിന്ന് ഡിപ്പോർട്ട് ചെയ്യുമോ എന്ന്. ഇവിടെ ഫോറിൻ സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിലുള്ള വിദേശ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് എന്ന് അറിയാമല്ലോ. വിദേശ പാർലമെന്റിൽ ഉള്ളവർ അന്തസ്സുള്ള ഭാഷയെ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ വിദ്യാർത്ഥികളെന്ന് പേരെടുത്ത് പറയാത്തത്. ഇങ്ങനെ 23,000 വ്യാജ ഡിഗ്രി പണം കൊടുത്ത് വാങ്ങിയവരിൽ 95% ഇന്ത്യക്കാരായിരുന്നു. നമ്മുടെ മോദിയുടെ ഇന്ത്യക്കാരുടെ പെരുമ്പറ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ മുഴങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ മോദി എന്ത് തെറ്റ് ചെയ്തു എന്ന് മന്ദഭക്തർ ന്യായമായും ചോദിക്കും. BJPക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വളരെയേറെ വിദ്യാർത്ഥികൾ ഇത്തരം വ്യാജ ഡിഗ്രികളും ഫ്രോഡുകളും കാണിച്ചാണ് വിദേശത്ത് എത്തുന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരും അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ താരതമ്യേന വളരെ കുറവാണ്.
അപ്പോൾ വീണ്ടും ചോദിക്കും, കേരളത്തിൽ നിന്നല്ലേ ഈ വ്യാജ ഡിഗ്രി റാക്കറ്റിനെ പിടിച്ചത് എന്ന്. ശരിയാണ്, കേരളത്തിലായതുകൊണ്ട് അവർ പിടിക്കപ്പെട്ടു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെ വളരെയധികം റാക്കറ്റുകളുണ്ട്. അവരെല്ലാം ഭരണകക്ഷിയുടെ BJPയുടെ പിന്തുണയോടെയാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അതിനാൽ അവർ ഒരിക്കലും തന്നെ പിടിക്കപ്പെടുകയില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ഫ്രോഡ് നടത്തുന്ന വിദേശികളുടെ പണം കവർന്നെടുക്കുന്നവർ ആരാണ് എന്ന് അറിയാമോ? ഇന്ത്യക്കാർ. ഈ സ്കാമുകളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഡൽഹി, നോയിഡ, കൽക്കട്ട തുടങ്ങിയ നഗരങ്ങളിലാണ്. UPയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഫ്രോഡ് ഓപ്പറേഷനുകൾ ബഹുഭൂരിപക്ഷവും പ്രവർത്തിക്കുന്നത്. ഇനി അതിൻ്റെ പെരുമ്പറ അമേരിക്കയിൽ നേരിട്ട് മുഴങ്ങുന്നത് കാണിക്കാം. AF പോസ്റ്റ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് കണ്ടോ? കേരളത്തിൽ 1 ലക്ഷം വ്യാജ ഡിഗ്രികളുമായി വ്യാജ ഡിഗ്രി റാക്കറ്റിനെ അറസ്റ്റ് ചെയ്തുവെന്നും 10 ലക്ഷത്തിലധികം ഇത്തരം വ്യാജ ഡിഗ്രികൾ വിദേശത്ത് ജോലി നേടുവാനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞ്. ഈ AF പോസ്റ്റ്, അമേരിക്ക ഫസ്റ്റ് പോസ്റ്റ് എന്താണ് എന്നറിയാമോ? അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ഓൺലൈൻ മീഡിയയാണ് ഇത്. ഇന്ത്യക്കാരെയെല്ലാം, അത് ഇവിടെ ജനിച്ചവർ ആണെങ്കിൽ കൂടി നാട് കടത്തണം എന്ന് വാദിക്കുന്നവരാണ് ട്രംപിനെ അനുകൂലിക്കുന്ന തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ. വെളുമ്പർക്ക് മാത്രമേ അമേരിക്കയിൽ അവകാശമുള്ളൂ എന്നുള്ള ചിന്താഗതിയുള്ളവർ. അതുപോലെ ഒരു തീവ്ര വലതുപക്ഷക്കാരൻ എക്സിൽ എഴുതിയത് കണ്ടോ? 10 ലക്ഷത്തിലധികം ഇന്ത്യൻ കോളേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് വളരെ കുറഞ്ഞ എസ്റ്റിമേറ്റ് ആണ്. ഇതിന്റെ 5 ഇരട്ടി ഉണ്ടാവാനാണ് സാധ്യത. അമേരിക്കയിൽ 5 മില്യൺ, അതായത് 50 ലക്ഷം ഇന്ത്യക്കാരാണ് ഉള്ളത് എന്ന്. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അമേരിക്കയിലുള്ള 5 മില്യൺ ആളുകളും വ്യാജ ഡിഗ്രിയുമായി നിയമവിരുദ്ധമായി അമേരിക്കയിൽ എത്തിയതാണ് എന്ന്. H1-ൽ വരുന്നവരെ മാത്രമല്ല ഇയാൾ ഉദ്ദേശിക്കുന്നത്, അമേരിക്കയിലുള്ള എല്ലാ ഇന്ത്യക്കാരെയുമാണ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നത് കണ്ടോ? അതിന്റെ അവസാനത്തെ 2 പാരഗ്രാഫുകൾ ശ്രദ്ധിക്കുക. 23,000 എന്നുള്ളത് വളരെ വലിയ നമ്പറാണ്. അത് ഒരു ക്ലിയർ പാറ്റേൺ സ്വഭാവമാണ് കാണിക്കുന്നത്. റീമൈഗ്രേഷൻ നൗ. ഓസ്ട്രേലിയയിലുള്ള എല്ലാ ഇന്ത്യക്കാരെയും ഉടനെ ഇന്ത്യയിലേക്ക് നാട് കടത്തണമെന്ന്. 2014 മുൻപ് ഇന്ത്യക്കാർക്കെതിരെ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ന്യൂസിലൻഡിലോ UK-യിലോ അയർലൻഡിലോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു വികാരം ഉണ്ടായിരുന്നില്ല. വികസിത രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കാരെ കണ്ടിരുന്നത് വളരെ വിദ്യാഭ്യാസമുള്ള, വിവേകമുള്ള, അറിവുള്ള, ഏറ്റവും മികച്ച ആളുകൾ ആയിട്ടായിരുന്നു 2014 മുൻപ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ലോകം മൊത്തം ആരാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക വിദഗ്ധൻ ആയിരുന്നു എന്നുള്ളതും നമുക്കറിയാം. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ ഇന്ത്യയിലുള്ള എല്ലാവരും വ്യാജ ഡിഗ്രിക്കാരാണ് എന്നാണ് അവർ പറയുന്നത്. 2014 ശേഷം വിദ്യാഭ്യാസമില്ലാത്ത, വിവേകമില്ലാത്ത വിശ്വഗുരു വന്ന് ലോകത്തിലെങ്ങും ഇന്ത്യക്കാരുടെ പെരുമ്പറ മുഴക്കുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ചരിത്രത്തിൽ ഒരിക്കലും ഇന്ത്യക്കാർക്ക് നേരെ ഇത്ര വലിയ ഒരു നീക്കം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വികസിത രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് ഏക കാരണം സംസ്കാരമില്ലാത്ത, വിവേകമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത സംഘിക്കൂട്ടങ്ങളുടെ പ്രവൃത്തികൾ മാത്രമാണ്. ഓസ്ട്രേലിയയിലും ലോകമെങ്ങും ഇങ്ങനെ മോദിയുടെ പെരുമ്പറ മുഴങ്ങുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?